സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആചരിക്കുന്ന ഓരോ തിരുനാളിനും അർത്ഥമുണ്ട്, അഴകുണ്ട്, മികവുണ്ട്. ഈ നിമിഷം ഒരു കഥ ഓർക്കുകയാണ്. കഥ ഇപ്രകാരമാണ്. ഒരു കാട്ടില് കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ മരവും അതിൻ്റെ അംബിഷൻസ്, ഭാവിയിൽ അത് എന്തായി തീരണമെന്നുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മരം പറഞ്ഞു, എനിക്ക് ഒരു വലിയ കൊട്ടാരത്തിന്റെ ഭാഗമായി മാറണമെന്ന് പറഞ്ഞു. അത് കേട്ട് തൊട്ടടുത്ത് നിന്ന് മരം പറയുകയാണ്, എനിക്ക് വലിയൊരു കപ്പലിന്റെ ഭാഗമായി മാറും. അപ്പൊ ഇതൊക്കെ കേട്ട് തൊട്ടടുത്ത് നിന്ന് അടുത്ത മരം പറയുകയാണ്, എനിക്ക് ഈ രാജാവാക്കിയിരിക്കുന്ന രാജസിംഹാസനത്തിന്റെ ഭാഗമാവണം പറയുകയാണ്. അങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം മരം വെട്ടുകാർ വന്ന് ഈ 3 മരത്തെയും അറുത്തോണ്ട് പോവുകയാണ്. ഒന്നാമത്തെ മരത്തിന്റെ ആഗ്രഹം പോലെ ഒരു വലിയ കൊട്ടാരം നിർമ്മിക്കാനായിട്ട് ആ തടിയെ കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ മരത്തെയും ഒരു കപ്പൽ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂന്നാമത്തെ മരത്തെ കൊണ്ടുപോയത് ഈ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുന്ന, രാജസിംഹാസനങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. മരത്തടികൾക്കെല്ലാം വളരെ സന്തോഷമായി. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ മരത്തടിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ബംഗ്ലാവിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഈ തടിയെ ഉപയോഗിച്ചില്ല. ബംഗ്ലാവിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടും ഈ തടിയെ ആരും ഉപയോഗിച്ചില്ല. അവസാനം ഈ തടി ഉപയോഗിച്ച് ഒരു വൃത്തിഹീനമായ, നാറ്റം വമിക്കുന്ന ഒരു തൊഴുത്ത് നിർമ്മിക്കുക. ഈ ബംഗ്ലാവിന്റെ തൊട്ടടുത്ത് ഒരു തൊഴുത്ത് നിർമ്മിക്കുക. നാറ്റം വമിക്കുന്ന ഒരു സാധാരണ ഒരു തൊഴുത്ത്. തടിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഒരു ബംഗ്ലാവിന്റെ ഭാഗമാകാനാണ് ആ തടി ആഗ്രഹിച്ചത്. എന്നിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഒരു തൊഴുത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഹസ്ബൻഡും ഒരു ഭർത്താവും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയും ഇങ്ങനെ നടന്നു വരിക. അവർ നടന്നു വന്ന് ആ ബംഗ്ലാവിന്റെ വാതിലിൽ മുട്ടുന്നുണ്ട്. ബംഗ്ലാവിന്റെ വാതിൽ തുറക്കുന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നു. ആ ബംഗ്ലാവിന്റെ വാതിൽ കൊട്ടി അടയ്ക്കുന്നുണ്ട്. ശേഷം ഈ ഭർത്താവും പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയും വരുന്നത് തൻ്റെ ഈ നാറ്റം വമിക്കുന്ന തൊഴുത്തിലേക്കാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒരു പുത്രന് ജന്മം കൊടുക്കുക. ദൂതന്മാരൊക്കെ വരുന്നുണ്ട്. തടി തിരിച്ചറിയുകയാണ്, തൻ്റെ ഈ തൊഴുത്തിലാണ് ലോകത്തെ രക്ഷിക്കാമെന്ന ലോകരക്ഷകൻ ജന്മമെടുത്തതെന്ന് തടി തിരിച്ചറിയുകയാണ്. തടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ബംഗ്ലാവിന്റെ ഭാഗമായിരുന്നെങ്കിൽ തനിക്ക് ഈ ഭാഗ്യം ലഭിക്കില്ലായിരുന്നു. ഈ ഒരു നാറ്റം വമിക്കുന്ന തൊഴുത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ലോകരക്ഷകൻ പിറക്കാൻ തൻ്റെ ഈ സ്ഥലത്ത് ഇടയായത്. അങ്ങനെ ആ തടിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. രണ്ടാമത്തെ തടിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കപ്പലിന്റെ ഭാഗമാകാനായിട്ടാണ് ആ തടി ആഗ്രഹിച്ചത്. എന്നാൽ ഈ തടി ഉപയോഗിച്ച് ഒരു കെട്ടുവെള്ളം നിർമ്മിക്കാം. ഒരു കെട്ടുവെള്ളം ഈ വൃത്തിഹീനമായ കരിയോയിലൊക്കെ പുരട്ടി ഒരു കെട്ടുവെള്ളം നിർമ്മിക്കാം. ആ തടി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു 33 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിറയെ ജനക്കൂട്ടമൊക്കെ ആയിട്ട് ഈ കെട്ടുവെള്ളത്തിന്റെ അടുത്തേക്ക് വരുന്നു. ആ ചെറുപ്പക്കാരൻ ഈ കെട്ടുവെള്ളത്തിൽ കയറിയിരുന്ന് സംസാരിക്കാം, സുവിശേഷം പ്രഘോഷിക്കാം. അങ്ങനെ ആ കെട്ടുവെള്ളത്തിന് ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം ഒരു കപ്പലിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്ന് ആരും അറിയാത്തൊരു കപ്പലിന്റെ ഭാഗമായി പോയത്. ഇന്ന് എല്ലാവരും അറിയുന്ന ഒരു കെട്ടുവെള്ളത്തിന്റെ ഭാഗമായിട്ട് ആ തടി എങ്ങനെ മാറുകയാണ്. നമ്മുടെ മൂന്നാമത്തെ തടിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, രാജസിംഹാസനമാകാനായിട്ട് ആഗ്രഹിച്ച ആ തടിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ തടിക്കും ഒരു രാജസിംഹാസനത്തിന്റെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞില്ല. അതിനെ ഒരു പ്രത്യേക സെക്ഷനിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കുരിശുകൾ നിർമ്മിക്കാൻ, കള്ളന്മാരെ ക്രൂശിക്കുന്ന കുരിശ് നിർമ്മിക്കാനായിട്ട് ആ തടി ഉപയോഗിക്കുക. അങ്ങനെ അത് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 33 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ കുരിശിൽ കയറാനായിട്ട് വരികയാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാട് ഈ ലോകത്തിൽ തല ചായ്ക്കാൻ ഇടമില്ലാതെ കടന്നു വന്നത് ഈ തടിയിലാണ്, ഈ കുരിശിലാണ്. അങ്ങനെ ഇതോർത്ത് ആ തടിക്കും സന്തോഷമാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചെറിയ കൺക്ലൂഷൻ പറയുകയാണ് ഈ കഥയ്ക്ക്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വേദികളോ പൊസിഷൻസോ രാജ്യങ്ങളോ അധികാരങ്ങളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മൾ ആയിരിക്കുന്ന വേദിയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോ, നമ്മൾ ആഗ്രഹിക്കുന്ന ഭവനമോ, നമ്മൾ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോ, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരുപക്ഷെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറെ അനവധി പ്രലോഭനങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട്.
കുറെ അനവധി പ്രലോഭനങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട്. നമ്മൾ ഈ പാഷൻ സ്റ്റോറിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇങ്ങനെ നിരവധി അനവധി പ്രലോഭനങ്ങളെ തരണം ചെയ്ത പാഷൻ സ്റ്റോറിയിൽ താരങ്ങളായി മാറിയ കുറച്ച് ആൾക്കാരാണ്. ഒരു 3 പ്രലോഭനങ്ങളെ തരണം ചെയ്ത 3 പാഷൻ സ്റ്റോറിയിലെ താരങ്ങളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രലോഭനമാണ് ഐ ആം വീക്ക്. എനിക്ക് ബലമില്ല, എനിക്ക് ശേഷിയില്ല, ഞാനോട്ട് മുമ്പോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാനോട്ട് മുമ്പോട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടോ വലിയ മാറ്റമൊന്നും വരാനായിട്ട് പോകുന്നില്ല. ഈ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീ ഒരു ചെറുകുറിപ്പിൽ എഴുതി കൊടുത്തു, ആ മനുഷ്യൻ നീതിമാനാണ്, അയാളെ ഉപദ്രവിക്കരുത്. ആ മനുഷ്യൻ നീതിമാനാണ്, അയാളെ ഉപദ്രവിക്കരുത്. ആരാണ് ആ കക്ഷി? പീലാത്തോസിന്റെ ഭാര്യ. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, തന്റെ ഈ ചെറിയ കുറിപ്പ് കൊണ്ട് ആ നടുക്കളത്തിൽ അരങ്ങേറുന്ന കാര്യത്തിന് ഒരല്പം പോലും മാറ്റം വരാനായിട്ട് പോകുന്നില്ല. എങ്കിലും പീലാത്തോസിന്റെ ഭാര്യ അവളുടെ വ്യൂ പ്രസന്റ് ചെയ്യാണ്, ആ മനുഷ്യൻ നീതിമാനാണ്, അയാളെ ഉപദ്രവിക്കരുത്. ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഈ സമൂഹത്തിലും നിരപരാധികൾ ക്രൂശിക്കപ്പെടുമ്പോൾ ആ മനുഷ്യനിൽ സത്യമുണ്ട്, അയാളെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് തൻ്റെ ഇടമില്ലാതെ പോകുന്നു, ചങ്കൂറ്റമില്ലാതെ പോകുന്നു. ആകയാൽ പീലാത്തോസിന്റെ ഭാര്യ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. ആകയാൽ ഒന്നാമത്തെ പ്രലോഭനം ഐ ആം വീക്ക്. എനിക്ക് ബലമില്ല, എനിക്ക് ശേഷിയില്ല, ഞാൻ ബലഹീനനാണ്. രണ്ടാമത്തെ പ്രലോഭനമാണ് ഐ ആം ഷൈ. എനിക്ക് നാണമാണ്, ഞാൻ മുമ്പോട്ട് വന്നാൽ എല്ലാവരും എന്നെ നോക്കില്ല, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, എന്ത് ചിന്തിക്കും. ഈ ഒരു പ്രലോഭനത്തെ അതിജീവിച്ച് ഒരാൾ നമുക്ക് പാഷൻ സ്റ്റോറിയിൽ കാണാനായിട്ട് കഴിയും. വേറെ ആരുമല്ല, വേറോനിക്ക. വേറോനിക്കയ്ക്ക് ചിന്തിക്കായിരുന്നു, ഞാൻ മുമ്പോട്ട് വന്നാൽ ബാക്കിയുള്ളവരൊക്കെ എന്നെ നോക്കില്ലേ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതിയായിരുന്നു വേറോനിക്കയ്ക്ക് പിന്നോട്ട് നിൽക്കാൻ. വേറോനിക്ക ചിന്തിച്ചില്ല. വേറോനിക്ക ചിന്തിച്ചത്, തന്റെ മുമ്പിൽ ഒരു സത്യം നിൽപ്പുണ്ട്, ആ സത്യത്തിൽ അവൾ കൂറ് പ്രഖ്യാപിക്കുകയാണ്. ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരങ്ങള്, എൻ്റെ കൂട്ടുകാര്, അയൽവക്കക്കാര്, ബന്ധുക്കള് എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യാമായിരുന്ന പല നന്മകളും ചെയ്യാതെ മണ്ടന്മാരായി പോയിട്ടില്ലേ നമ്മൾ ഓരോരുത്തരും? നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കർത്താവ് തമ്പുരാൻ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും, നമ്മുടെ കർത്താവ് തമ്പുരാൻ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ആകെ ഒന്നാമത്തെ പ്രലോഭനം ഐ ആം വീക്ക്, എനിക്ക് ബലമില്ല. രണ്ടാമത്തെ പ്രലോഭനം ഐ ആം ഷൈ, എനിക്ക് നാണമാണ്. മൂന്നാമത്തെ പ്രലോഭനം ഐ ആം നോട്ട് ക്ലിയർ, ഞാൻ അത്ര വെടിപ്പല്ല, ഞാൻ അത്ര വെടിപ്പല്ല. ഈ ഒരു പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലെ ആദ്യത്തെ അവകാശി പത്രം കൈക്കലാക്കിയ ഒരു വ്യക്തിയുണ്ട്, നല്ല കള്ളൻ. നല്ല കള്ളൻ പറയുന്നുണ്ട്, നീ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണേ, നീ സ്വർഗരാജ്യത്തിലായിരിക്കും എന്നെ കൂടി ഓർക്കണമേ. ഒരു പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഈ നല്ല കള്ളൻ വിചാരിച്ചിട്ടുണ്ടാവും, ഇത് പറയാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്, ഞാനൊരു കള്ളനാണ്,